മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവം രണ്ടാം പ്രതി ശ്രീകുട്ടിക്ക് ജാമ്യം. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ കാർ കയറ്റി മൈനാഗപ്പള്ളി പഞ്ഞിപ്പുല്ലുംവിളയിൽ കുഞ്ഞുമോളെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ കാർ കയറ്റി മൈനാഗപ്പള്ളി പഞ്ഞിപ്പുല്ലുംവിളയിൽ കുഞ്ഞുമോളെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ കാർ കയറ്റി മൈനാഗപ്പള്ളി പഞ്ഞിപ്പുല്ലുംവിളയിൽ കുഞ്ഞുമോളെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ജി ഗോപകുമാറാണ് കേസ് പരിഗണിച്ചത്. നരഹത്യാ കുറ്റം ശ്രീകുട്ടിക്ക് എതിരെ നിലനിൽക്കുന്നതല്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. കാറിന്റെ പിൻ സീറ്റിലായിരുന്ന ശ്രീകുട്ടി ഒരു തരത്തിലുമുള്ള പ്രേരണയും ചെയ്തിട്ടില്ലെന്നും ഒന്നാം പ്രതി മുഹമ്മദ് അജ്മൽ സ്വയം കാർ മുന്നോട്ട് എടുത്തതാണെന്നുമായിരുന്നു പ്രതിഭാഗം വാദം. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ നിയാസും പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ശ്രീ സജീന്ദ്രകുമാർ, ലിഞ്ചു സി ഈപ്പൻ, സിനി പ്രദീപ്, ആതിര കൃഷ്ണൻ, വിഷ്ണുപ്രിയ, ലക്ഷ്മി കൃഷ്ണ, ആര്യകൃഷ്ണൻ എന്നിവർ ഹാജരായിരുന്നു. കുഞ്ഞുമോളുടെ വീട്ടുകാർക്ക് വേണ്ടി അനൂപ് കെ ബഷീർ, സുരേഷ് കണിച്ചേരി എന്നിവരും കോടതിയിൽ ഹാജരായി. 15 വൈകിട്ട് 5:45 മൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു അപകടം. ഇടക്കുളങ്ങര പൂന്തല തെക്കതിൽ മുഹമ്മദ് അജ്മലാണ് ഒന്നാം പ്രതി. അജ്മലിന്റെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. മനഃപൂർവമായ നരഹത്യക്കാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഷൈജ സായി, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.